കഴിഞ്ഞൊരു 8 വർഷം എന്ന് പറയുമ്പം സിനിമയുടെ പുറകെ ഇങ്ങനെ ഓടുന്ന സമയത്തൊക്കെ ജോജുവേട്ടനൊക്കെ പറയുമ്പോൾ ഒരു വലിയ ഇൻസ്പിറേഷൻ. ഇത്രയും നാൾ സിനിമയിൽ നിന്നിട്ടാണല്ലോ പുള്ളി ജോസഫ് അങ്ങനെയൊക്കെ. ജോസഫ് കണ്ട സമയത്ത് ഞാൻ ജോജുവേട്ടനെ വിളിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ജോജുവേട്ടനോട് അഭിനയിക്കാൻ പറ്റുന്നു. എല്ലാവരും സുരാജേട്ടൻ, സലീമ, എന്താ പറയുക, വെരി ഹാപ്പി. ഇറങ്ങിയ നാരായണീൻ്റെ മക്കൾ, ആ പേര് പോലെ തന്നെ നമ്മളൊരു മക്കളുടെ ഒരു 3 സഹോദരങ്ങളുടെ കഥയാണ്. കാരണം ഒരു മകൻ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴും വീണ്ടും ഈ കാരണവന്മാരൊക്കെ മരിക്കുമ്പോഴാണ് ഈ സ്വത്ത് തർക്കം പ്രശ്നം വരുന്നത്. അതേപോലെ ഒരു കണ്ടൻറ്റൊക്കെ ഉണ്ട്. അതിൽ നമ്മൾ ഇത് കണ്ട് കേട്ട് പരിചയമുള്ള ഏതോ കഥാപാത്രങ്ങളൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒക്കെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് തന്നെയൊക്കെ ഉണ്ടാകുന്നൊരു കഥാപാത്രങ്ങൾ. എന്തായാലും സുരാജ് വെഞ്ഞാറമൂടും പിന്നെ ജോയി ചേട്ടനാണെങ്കിലും അലൻസിയ ചേട്ടനാണെങ്കിലും ഒക്കെ ഗംഭീരം പെർഫെക്റ്റ്. അതായത് 3 പേരും മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ നായിക കഥാപാത്രങ്ങൾ, സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ചെറുപ്പക്കാരുടെ ആ റോൾ ചെയ്ത ആ പെൺകുട്ടിയും ആ ആൺകുട്ടിയും നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നാരായണയുടെ 3 ആൺമക്കൾ കണ്ടു. ഇത് നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ് ശരിക്ക്. പിന്നെ ചില സിനിമകൾ നമ്മൾ ആ സിനിമയുടെ സ്വഭാവത്തിനനുസരിച്ച് കാണുമല്ലോ. നമ്മൾ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോഴും പോസ്റ്റേഴ്സ് കണ്ടപ്പോഴും നമുക്ക് മനസ്സിലായി ഇതൊരു 3 സഹോദരങ്ങൾക്കിടയിൽ നടക്കുന്ന അവർ തമ്മിലുള്ള ഇമോഷൻസും ഈഗോ ക്ലാഷും അങ്ങനെയുള്ള ഒരു സംഭവമാണ്. തിയേറ്ററിൽ കണ്ടപ്പോഴും ആ ഒരു ഫീൽ തന്നെ കിട്ടും. വളരെ നാച്ചുറലായിട്ടുള്ള ഒരു ഫാമിലി ഡ്രാമയായിട്ടാണ് ഫീൽ ചെയ്തത്. അതായത് 3 മക്കളുള്ള, അതായത് പിന്നെ ഒരു മരണം കാത്ത് കിടക്കുന്ന ഒരു അമ്മ, അപ്പോൾ വീട്ടിലെ സ്വത്ത് ഭാഗം വയ്ക്കുന്നതായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സീനുകളോ നമ്മൾ നേരിട്ട് അനുഭവിച്ചത് അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിലുള്ളവർക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. അത് അത്രയും നാച്ചുറലായിട്ട് നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കാൻ എന്തായാലും ഈ പുതുമുഖ ശരൺ തന്നെയാണ് ഇതിൻ്റെ എഴുത്തും സംവിധാനവും ചെയ്തിരിക്കുന്നത്. ഒരു ഗംഭീര സ്റ്റാർട്ടാണ്. കാരണം പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്. ഈ ബ്രദേഴ്സായിട്ട് ഇപ്പോൾ അലൻസിയർ, ജോജു, സുരാജ് വന്നത് തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ ആർട്ടിസ്റ്റുകൾ എന്നുകൂടെ അറിയപ്പെടുന്ന 3 താരങ്ങളാണ്. ഒറ്റയ്ക്ക് സിനിമ ചെയ്ത് പിന്നെ നമ്മളെ ഞെട്ടിപ്പിച്ചാണ്. സുരാജ് നമുക്കറിയാം തുടർച്ചയായിട്ടുള്ള സ്വാഭാവികമായ വേഷങ്ങൾ, ജോജു അതുപോലുള്ള പണി, പിന്നെ എന്താണ് ചുരുളി, നായാട്ട് പോലുള്ള വേഷങ്ങൾ, അലൻസിയർ ഇപ്പോൾ അപ്പൻ എന്നുള്ള സിനിമ, അതുപോലുള്ള ഒരുപാട് സിനിമകൾ ഇവർ 3 പേര് ഒരുമിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനുള്ള ആ ഒരു ക്യാരക്ടർ അവർ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നുള്ള കാണിച്ചെന്നുള്ള ഗംഭീര ആക്ടിങ് ഒരു അനുഭവമായിട്ടാണ് സിനിമ വന്നത്. അതുപോലെ തന്നെ പുതുമുഖ ആർട്ടിസ്റ്റുകളും സ്ത്രീ കഥാപാത്രങ്ങളും എല്ലാവരും ഒന്നിനൊന്ന് മികച്ചിരുന്നു. രാഹുൽ രാജിൻ്റെ മ്യൂസിക് കറക്റ്റ് ആ സിനിമയ്ക്ക് പാകത്തിനായിട്ടുള്ള മ്യൂസിക് വന്നു. ഇതിലൊരു ഗംഭീര സിനിമയോ നമ്മൾ ബ്ലോക്ക് ബസ്റ്റർ അങ്ങനെ ജനസഞ്ചയം നിറയുന്ന സിനിമയല്ല. പക്ഷേ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു നല്ല സിനിമ കണ്ടുള്ള ഒരു ഫീൽ. അങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാക്കുന്നവരെ നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം. ഒരു മികച്ച സിനിമയാണ്. അതായത് നല്ല കഥയാണ്, നല്ല സിറ്റുവേഷനാണ്. പിന്നെ പലരും പറയാൻ മടിക്കുന്ന ഇക്കാലഘട്ടത്തിലുള്ള ഇൻ്റർകാസ്റ്റ് മാരേജ്, അതുപോലെ തന്നെ പിന്നെ അഡോളസെൻസിലുള്ള പ്രശ്നങ്ങൾ, അതായത് വളർന്നു വരുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രണയത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മളതിലൂടെ കടന്നു